തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം പാതി വഴി പിന്നിട്ട് മുന്നേറുമ്പോൾ സംസ്ഥാനത്ത് ഏത് മുന്നണിക്കാണ് മുൻതൂക്കം? 3 പ്രബല മുന്നണികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മാറ്റിവെക്കുന്നത്. LDF, UDF, NDA. ശക്തമായ പോരാട്ടമാണ് ഇത്തവണ പലയിടങ്ങളിലും നടക്കുന്നത്. 3 മുന്നണികളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പ്രചരണം കഴിപ്പിച്ച് മുന്നേറുമ്പോൾ ഏതൊക്കെ ഘടകങ്ങൾ ആർക്കൊക്കെയാണ് അനുകൂലമാകുന്നത്? നിലവിൽ സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളുണ്ട്. അതിൽ 5ഉം ഭരിക്കുന്നത് LDF ആണ്. ഒരെണ്ണം മാത്രമാണ് UDFനുള്ളത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11ഉം LDF ഭരിക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ 87 മുനിസിപ്പാലിറ്റികളിൽ 43 LDFനാണ് ഭരണം. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും LDFന്റെ ഭരണത്തിന് കീഴിലാണ്. സമാനമായ രീതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും അവസ്ഥ. എന്നാൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ വളരെ നേരത്തെ നടത്തി മികച്ച തയ്യാറെടുപ്പോടു കൂടിയാണ് UDF കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഈ കോർപ്പറേഷനിലേക്ക് വന്നാൽ നിലവിലുള്ള LDFന്റെ ഭരണത്തിലുള്ള 5 കോർപ്പറേഷനുകളിൽ എറണാകുളവും തൃശ്ശൂരും കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, എറണാകുളം എന്ന് പറയുന്നത് UDFന്റെ കോട്ടകൊത്തളങ്ങളിൽ ഒന്നാണ്. കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ ശക്തിദുർഗങ്ങളായ ഒരു ജില്ലയാണ് എറണാകുളം. അവിടെ കഴിഞ്ഞ തവണ പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങളും തമ്മിലൊക്കെയാണ് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ പോലും ഈ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസും UDFും തന്നെയായിരുന്നു. എന്നാൽ ചില സ്വതന്ത്രരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് CPM അവിടെ ഭരണം പിടിച്ചത്. ആ അവസ്ഥ ഇത്തവണ മാറാൻ പോവുകയാണ്. ഇത്തവണ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് കൊച്ചി കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിനെ UDF നേരിടുന്നത്. ചുമതല VD സതീശന് നൽകിയപ്പോൾ തന്നെ ഭരണം ഏതാണ്ട് UDF പിടിക്കുമെന്ന് ഉറപ്പാണ്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ചിലയിടങ്ങളിൽ വിമതശല്യമുണ്ട് എങ്കിലും ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ മറികടക്കാൻ തക്ക ശേഷിയുള്ള വിമതർ ഒന്നും തന്നെ നിലവിൽ ഇവിടെ മത്സരിക്കുന്നില്ല എന്നൊരു വിലയിരുത്തലാണ് UDF ഉള്ളത്. BJPക്ക് പഴയപോലെയത്തെ വലിയ ശക്തിയൊന്നും തന്നെ ഇല്ല. LDFൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത്, ഒരു വികാരം കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ ഉൾപ്പെടെയാണ് കാണാൻ കഴിയുന്നത്. ജനങ്ങളൊക്കെ തന്നെ പറയുന്നത് ഈ സർക്കാർ ഒന്ന് മാറിയാൽ മതി എന്നതാണ്. അപ്പോൾ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് LDFന് അധിക പ്രതീക്ഷ ഇത്തവണ വേണ്ട. UDFും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങിയതോടുകൂടി മികച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് UDF ഭരണം തങ്ങളുടെ കോട്ടയിൽ തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊരു കോർപ്പറേഷൻ തൃശ്ശൂരാണ്. അവിടെയും കഴിഞ്ഞ തവണ LDFും UDFും ഒരേ രീതിയിലുള്ള ഒരു പോരാട്ടമായിരുന്നു. 24 സീറ്റുകൾ UDFിന് ലഭിച്ചു. എന്നാൽ UDFന്റെ വിമതനായി മത്സരിച്ച് ജയിച്ച MK വർഗീസ് അദ്ദേഹം മറുകണ്ഠം ചാടി LDFിനൊപ്പം ചേർന്ന് മേയറായി. അങ്ങനെയാണ് LDFന് അവിടെ ഭാഗ്യത്തിന് ഭരണം ലഭിച്ചത്. അവിടെയും ഇത്തവണ കാര്യങ്ങൾ കൈവിടുന്ന അവസ്ഥയാണ് LDFനെ സംബന്ധിച്ച്. മേയർ തന്നെ മറുകണ്ഠം ചാടി. ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം എന്ന യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ്. അദ്ദേഹം BJPയോട് ഏതാണ്ട് മാനസികമായിട്ടൊക്കെ തന്നെ അടുത്ത്, സുരേഷ് ഗോപിയുടെ ഒക്കെ അടുത്ത ആളായിട്ട് അദ്ദേഹം അങ്ങനെ മാറി പോവുകയാണ്. LDF ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ അവരുടെ ഭരണ നേട്ടങ്ങളൊക്കെ തന്നെ അവർക്ക് പറയണോ പറയാതിരിക്കണോ എന്നുള്ള ഒരു അങ്കലാപ്പിലാണ്. കാരണം ഈ പറയുന്ന MK വർഗീസാണ് കഴിഞ്ഞ 5 വർഷവും മേയറായിട്ടിരുന്നത്. ഭരണ നേട്ടങ്ങളൊക്കെ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഒരു ബോണസായിട്ട് മാറും. അതുകൊണ്ട് അദ്ദേഹത്തെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരു സ്ഥിതിയിലാണ് LDF തൃശ്ശൂരിലുള്ളത്. മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ റോജി എം ജോണിനാണ് ചുമതലയുള്ളത്. മികച്ച പ്രവർത്തനവുമായിട്ട് സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ മികച്ച രീതിയിൽ കോൺഗ്രസും UDFും മുന്നോട്ട് പോയി. മികച്ചൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു സീറ്റിന് കൈവിട്ടു പോയ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ അത് UDFന്റെ കൈകളിലേക്ക് തന്നെ, കോൺഗ്രസിന്റെ കൈകളിലേക്ക് തന്നെ തിരികെ എത്തും. നമുക്കറിയാം, തൃശ്ശൂർ എന്ന് പറയുന്നതും ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടകളിൽ ഒന്നായിരുന്നു. പിന്നീട് ഇടയ്ക്ക് അത് കൈമോശം വന്ന് നടന്നാൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം തന്നെയാണ്. അവിടെയും LDFനെ മറികടക്കാനുള്ള ഒരു സംഘടനാ ശേഷി ഇപ്പോൾ കോൺഗ്രസ് ആർജിച്ചിട്ടുണ്ട്. അവിടെ LDFന് വലിയ രീതിയിൽ തിരിച്ചടി ഇത്തവണ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറുവശത്ത് BJPയാണ്. BJPയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അവരവിടെ ഭരണം പിടിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പാർട്ടിയിൽ പല പിണക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സുരേഷ് ഗോപി തന്നെ മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച
വി ആതിരെ അവിടെ അവസാന നിമിഷം മാറ്റി പകരം ഒരാളെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേട് പാർട്ടിക്കുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ വലിയ അന്തഛിദ്രങ്ങൾക്കും തോൽപ്പിൽ കുത്തലും ഒക്കെ തന്നെ ഇടയായിട്ടുണ്ട്. ഒപ്പം പത്മജ വേണുഗോപാലിന്റെ അനുയായികളായിട്ട് വന്നവർക്കൊക്കെ തന്നെ അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തതിനെതിരെ BJP പ്രവർത്തകർ തന്നെ നേതാക്കൾ തന്നെ രാജിവെച്ച് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കോർപ്പറേഷനുകളും LDFന് ഇത്തവണ നഷ്ടപ്പെടുമെന്ന ഉറപ്പാണ്. പിന്നീട് 3 കോർപ്പറേഷനുകളാണ്. ഒന്ന് തിരുവനന്തപുരം, പിന്നീട് കൊല്ലം, കോഴിക്കോട്. തിരുവനന്തപുരത്ത് ഇത്തവണ CPM തന്നെ വിലയിരുത്തുന്നത് കാര്യങ്ങൾ അത്ര പന്തിയല്ലാനാണ്. കാരണം അവിടെ UDF കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു മുന്നൊരുക്കം നടത്തി ശക്തമായ പോരാട്ടം ഇപ്പോൾ നയിക്കുകയാണ്. എല്ലാ പാർട്ടികളെക്കാളും മുന്നോടിയായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ഒരാഴ്ച മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് UDF ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പ് നേടുകയാണ്. കോൺഗ്രസ് വലിയ രീതിയിലൊരു മുന്നേറ്റം അവിടെ മറ്റ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങുമ്പോഴേക്കും കോൺഗ്രസ് അതിന്റെ 2 ഘട്ട പ്രചരണം പൂർത്തിയാക്കി മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി 7 മാസം മുൻപ് തന്നെ കോർപ്പറേഷൻ ചുമതലയുള്ള മുൻ MPയും ഒക്കെയായ K മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് താഴെത്തട്ട് മുതൽ വാർഡ് തലങ്ങൾ ഉൾപ്പെടെ പുനരുജ്ജീവിപ്പിച്ച് മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് അവിടെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരു ഓളം കോർപ്പറേഷൻ മൊത്തത്തിൽ കാണാനുണ്ട്. മാത്രവുമല്ല അവിടെ മുട്ടട വാർഡിലെ 24-കാരിയായ വൈഷ്ണ സുരേഷിനെതിരായ CPMന്റെ നീക്കങ്ങളും അതിൽ നിയമ പോരാട്ടത്തിലൂടെ വിജയിച്ചതുമൊക്കെ തന്നെ കോൺഗ്രസിന് ആ മുട്ടട വാർഡിൽ മാത്രമല്ല ആ കോർപ്പറേഷൻ മൊത്തത്തിൽ വലിയൊരു ആവേശവും നവോന്മേഷവും എല്ലാം നൽകിയിട്ടുണ്ട്. CPMന്റെ കഴിഞ്ഞ ഈ കോർപ്പറേഷനുകളിൽ വരുന്ന 8 ഏരിയ കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗം ചേർന്ന് വിലയിരുത്തിയപ്പോൾ അവർ തന്നെ പറയുന്നത് നിലവിൽ അവർക്ക് 54 സീറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകൾ എണ്ണം അവര് തന്നെ കണക്ക് കൂട്ടുന്നത് 40 മറ്റിടങ്ങളിലൊക്കെ തന്നെ എല്ലായിടത്തും ശക്തമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് തങ്ങൾക്ക് ഗുണകരമായാൽ ഭരണം പിടിക്കാമെന്നാണ് അവർ പറയുന്നത്. കാരണം BJP അവിടെ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ സാന്നിധ്യം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല സാഹചര്യങ്ങൾ. കോൺഗ്രസ് അവിടെ ഇത്തവണ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. BJP ദുർബലപ്പെടുത്തി LDFനെ ജയിപ്പിക്കുക എന്നതല്ല കോൺഗ്രസിന്റെ ലക്ഷ്യം. മറിച്ച് അവിടെ ജയിച്ച് ഭരണം പിടിക്കുക എന്നത് തന്നെയാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ശബരിനാഥന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. വെറും 2 ഇടങ്ങളിൽ മാത്രമാണ് UDFനെ സംബന്ധിച്ച് അവിടെ ഒരു വിമത പ്രശ്നമുള്ളത്. എന്നാൽ CPMനെ സംബന്ധിച്ച് 5 ഇടങ്ങളിൽ 5 വാർഡുകളിൽ പ്രമുഖ നേതാക്കൾ തന്നെ പരസ്യമായിട്ട് പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിക്കൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ BJPയുമായിട്ട് ഡീലാണെന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് 5 ഇടങ്ങളിൽ പാർട്ടിയുടെ പ്രധാന നേതാക്കൾ 5 വാർഡുകളിൽ മത്സരിക്കുന്നത്. CPMന് വലിയൊരു തലവേദനയാണ്. ഒപ്പം തന്നെ CPM LDF നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഈ പറയുന്ന ഡബിൾ ആന്റി ഇൻകംബൻസി ഫാക്ടറാണ്. സംസ്ഥാനം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്നത് LDF ആണ്, CPM നേതൃത്വം നൽകുന്ന മുന്നണി. ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന LDF നേതൃത്വത്തിൽ ഭരിക്കുന്നു. അപ്പോൾ ഈ ഇടങ്ങളിലെല്ലാം തന്നെ 2 ഭരണവിരുദ്ധ വികാരങ്ങളാണ് അലയടിക്കുന്നത്. സംസ്ഥാന തലത്തിൽ മൊത്തത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനെയൊക്കെ തന്നെ അതിജീവിക്കുക എന്ന് പറയുന്നത് CPMനെ LDFനെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അത് അവരെങ്ങനെ അത് നേരിടുമെന്നുള്ള കാര്യം അറിയില്ല. അതിനിടയ്ക്ക് തന്നെയാണ് ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ വന്നു ചേരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാധാരണ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കുടിവെള്ള പ്രശ്നമുണ്ട്, റോഡുകളുടെ ശോചനീയാവസ്ഥയുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, തെരുവുനായ ശല്യമുണ്ട്, വന്യമൃഗ ശല്യമുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്രാമങ്ങളിലെയും ഒപ്പം തന്നെ നഗരങ്ങളിലെയും എല്ലാം ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നവയാണ്. അതിലൊക്കെ തന്നെ നിലവിലെ LDF സർക്കാർ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കാത്തതിനെതിരായ ഒരു വലിയ വികാരം അലയടിക്കുന്നുണ്ട്. സാധാരണക്കാരെ ജനങ്ങളുടെ ഒക്കെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പറയുന്നത് സർക്കാർ ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നതാണ്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരവും അലയടിക്കുന്നുണ്ട്. പല മേഖലകളിലും സർക്കാരിന്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ വീഴ്ച പ്രകടമാണ്. ഈ പറയുന്ന ആരോഗ്യ മേഖലയാണെങ്കിലും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടവരെന്നാണ് CPMനെ ഇപ്പോൾ മുദ്ര കുത്തുന്നത്. കാരണം ഈ കേസിൽ CPMന്റെ ഒരു മുൻ MLAയും ഒപ്പം തന്നെ CPMന്റെ സ്വന്തം സഹചാരിയായിട്ടുള്ള സഹയാത്രികനായിട്ടുള്ള ഒരാളും അറസ്റ്റ് ചെയ്ത് ജയിലിലായിരിക്കുകയാണ്. ഇനി ആരൊക്കെ അറസ്റ്റിലാകുമെന്ന് പാർട്ടി തന്നെ പേടിച്ചിരിക്കുകയാണ്. അവരെ തള്ളിപ്പറയാൻ CPM നിലവിൽ തയ്യാറാകുന്നില്ല എന്നതും വളരെ നിർണായകമാണ്. കാരണം പത്മകുമാറിനെ പോലെ ഒരു നേതാവ് അദ്ദേഹത്തെ
പാർട്ടി ഇതുവരെയും ഇന്നലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേർന്നിട്ട് പോലും അദ്ദേഹത്തെ ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ CPM പേടിക്കുന്നുണ്ട്. കാരണം നടപടി എടുത്താൽ അദ്ദേഹം തുടർന്നുള്ള ചോദ്യം ചെയ്യലുകളിൽ എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ നേതാക്കൾക്ക് പ്രതിസന്ധിയായിട്ട് മാറുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. ആ വിഷയങ്ങളെല്ലാം തന്നെ CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP-യുമായിട്ടുള്ള ബാന്ധവം അത് താഴെത്തട്ടിലെല്ലാം തന്നെ UDF ഈ പറയുന്നത് ചർച്ചയാക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ CPM-നെയും LDF-നെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒരു ഗുണം സ്വാഭാവികമായിട്ടും പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മുന്നണി സംവിധാനം എന്നുള്ള നിലയിൽ UDF-ന് ഗുണകരമായി മാറാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്നതുപോലെ കോർപ്പറേഷനുകളിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ഇടങ്ങളിൽ LDF-ന് സാധ്യതകൾ ഇല്ലാതാകുന്നു. തിരുവനന്തപുരത്ത് അവർ വലിയൊരു പോരാട്ടം നേരിടുകയാണ്. ആ തോൽവി ഭയം അവർക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. കൊല്ലത്തും മികച്ച രീതിയിൽ UDF മുന്നോട്ട് പോകുന്നുണ്ട്. ശക്തമായ ഒരു പോരാട്ടം അവിടെയും കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പറയുന്ന ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലകളുടെ ഒരു പൾസ് നോക്കുകയാണെങ്കിൽ പല ജില്ലകളിലും LDF ഒപ്പം തന്നെ LDF മുന്നണി സംവിധാനത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. CPM-നുള്ളിൽ വലിയ വലിയ വിഷയങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഇത്തവണ UDF-ന് അനുകൂലമായിട്ട് മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ CPM-ന്റെ LDF-ന്റെ വാട്ടർലൂവായി മാറാനുള്ള സാധ്യതയാണ്. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചകം കൂടിയായി മാറുമെന്നാണ് വിലയിരുത്തലുള്ളത്.